ഹായ് ഗായ്സ്, ഗിൽബ്രോ എന്ന് യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 12th വീക്ക് എവിക്ഷനിലേക്കുള്ള വോട്ടിംഗ് ആണ് ഹോട്ട്സ്റ്റാറിൽ ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് തിങ്കളാഴ്ച രാത്രി 11 മണി വരെയുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച അൻസിബോ പുറത്തായതിനെ ചൊല്ലി അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ശരിയല്ല, അത് കള്ളത്തരമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാനിത് സീസൺ 3 തൊട്ട് തുടങ്ങിയതാണ്. ഇത്രയും നാളത്തിനിടയിൽ വളരെ വിരളമായിട്ടാണ് നമ്മൾ വിചാരിക്കാത്ത ഒരു മത്സരാർത്ഥി പുറത്തു പോകുന്നത്. അത് ഒന്ന് കുട്ടിയെങ്കിലും ഒന്ന് അൻസിബയുമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ സീസൺ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മുടെ അൺഒഫീഷ്യലിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു മത്സരാർത്ഥി പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, 100 പേരിൽ ഒരു 3% മാത്രമാണ് നമ്മുടെ അൺഒഫീഷ്യലിന് എഗൻസ്റ്റ് ആയി പോകുന്നത്. ഇത് പ്രേക്ഷകരുടെ പോളിൻ്റെ അനുസരിച്ചാണ് നമ്മൾ അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് വിടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിൻ്റെ വിശ്വാസ്യത. ഏതായാലും വരും മണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസ് പറയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ദയവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഏതായാലും ഇന്ന് രാത്രി 11 മണിയുടെ വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അത് ജാസ്മിനാണ് തുടരുന്നത്. ജിൻഡോ ഇല്ലാത്ത സാഹചര്യത്തിൽ വമ്പിച്ചൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ. മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്ന് ബഹുദൂരം മുന്നിലേക്ക് വോട്ടിങ്ങിന്റെ തുടക്കത്തിൽ തന്നെ സഞ്ചരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 21,305 വോട്ട് നേടി 1ാം പൊസിഷൻ തന്നെ പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ് ജാസ്മിൻ. 2ാം പൊസിഷനിൽ അഭിഷേകാണുള്ളത്. അഭിഷേക് ജാസ്മിനുമായിട്ട് ഇഞ്ചോടിച്ച് പോരാട്ടമൊന്നും നടത്താൻ സാധിച്ചില്ലെങ്കിൽ കൂടെ തൻ്റെ 16,409 എന്ന വോട്ടിന്റെ ബലത്തിൽ 2ാം പൊസിഷൻ തന്നെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളുടെ വോട്ടിംഗ് അഭിഷേകിന് വളരെ നിർണായകമാണ്. 3ാം പൊസിഷനിൽ ശ്രീധുവാണുള്ളത്. ശ്രീധുവിന് പുറമേ ഉള്ള ഒരു സപ്പോർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസിൽ ഇപ്പോൾ 15,302 വോട്ട് നേടി 3ാം പൊസിഷനിൽ തന്നെ തുടരാൻ സാധിച്ചിട്ടിരിക്കുകയാണ് ശ്രീധു. 4ാം പൊസിഷനിൽ ഋഷിയാണുള്ളത്. ബിഗ് ബോസ് ഹൗസിലത്തെ പ്രകടനം ആസ്പദമാക്കി ഋഷിയുടെ ഫാൻസ് അത് വോട്ടാക്കി മാറ്റുന്നുണ്ട്. അതിന്റെ സൂചനയാണ് ഇപ്പോൾ നല്ലൊരു മുന്നേറ്റം നടത്തി ശ്രീധുമായി ഏകദേശം അടുത്തടുത്ത് വരാൻ സാധിച്ചിരിക്കുന്നത്. 14,211 വോട്ട് നേടി 4ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ് ഋഷി. 5ാം പൊസിഷനിൽ സായിയാണുള്ളത്. വോട്ടിങ്ങിൽ നല്ലൊരു ഇടിവ് സംഭവിച്ചിരുന്നാൽ കൂടെ സായിയുടെ ഫാൻസ് അത് വോട്ടാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അത് 12,600 എന്ന നല്ലൊരു വോട്ട് നേടി 5ാം പൊസിഷനിൽ തന്നെ നിലനിൽക്കാൻ സായിയെ സഹായിച്ചിട്ടുണ്ട്. 6ാം പൊസിഷനിൽ നമ്മുടെ നോറയാണുള്ളത്. നോറ ബിഗ് ബോസ് ഹൗസിൽ ഉള്ള പ്രകടനം നല്ല രീതിയിൽ നടത്തിയെങ്കിൽ കൂടെ വോട്ടിങ്ങിൽ നല്ലൊരു ഇടിവ് കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ 6ാം പൊസിഷനാണുള്ളത്. ഡേഞ്ചർ പൊസിഷനാണ്. 12,309 വോട്ട് നേടി 6ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. വരും മണിക്കൂറുകളുടെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. 7ാം പൊസിഷനിൽ കോമഡറായിട്ട് വന്നിട്ടുള്ള നന്ദന തന്നെ തുടരുകയാണ്. ഒരു പ്രേക്ഷക പ്രീതി പിടിച്ചു പറ്റാൻ ഇതുവരെയും സാധിച്ചില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. കാരണം ക്യാപ്റ്റൻസിയൊക്കെ നല്ല രീതിയിൽ നടത്തിയെങ്കിൽ കൂടെ ഇപ്പോൾ 10,508 വോട്ട് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. എന്നിരുന്നാൽ കൂടെ ഒരു നല്ലൊരു മുന്നേറ്റം നടത്താൻ നന്ദനയുടെ ഭാഗത്തും സാധിച്ചിട്ടുണ്ട്. വരും മണിക്കൂറിലെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. ഇപ്പോൾ 7ാം പൊസിഷനാണുള്ളത്, അതായത് ഡേഞ്ചർ പൊസിഷൻ. വരും